നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് പത്തനാപുരത്ത് നടക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പത്തനാപുരത്ത് നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്മരണയും അദ്ദേഹത്തെ മരണശേഷവും ദ്രോഹിച്ചവരും തമ്മിലെ പോരാട്ടം. തന്റെ ജീവിതം ജനങ്ങൾക്കായി മെഴുകുതിരി പോലെ ഒരുക്കി തീർത്ത പുണ്യ ശ്ലോകനായ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ദ്രോഹിച്ചവർക്ക് പത്തനാപുരത്തെ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി കേരളത്തിൽ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. അതിനിടയിൽ വാക്പോരുകൾ പ്രചാരണമൊക്കെ ശക്തമാക്കി സ്ഥാനാർത്ഥികളും കൂടെയുള്ളവരുമൊക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ അവിടെ കണ്ട സംഭവം രമേശ് പിഷാരടി അടക്കമുള്ള UDF സംഘത്തെ BJP പ്രവർത്തകർ തടയുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പാലക്കാട്ടെ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പൊട്ടിത്തെറിച്ച് ഷാഫി പറമ്പിൽ എംപി. പാലക്കാട്ടെ ജനവിധിയെ തടയാൻ BJP ഗുണ്ടാ സംഘത്തിന് കഴിയില്ല, നമ്മൾ ജയിക്കും വാക്ക് എന്ന് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പിഷാരടി പാലക്കാട് MLA ആവും, ജനങ്ങൾ ജയിക്കും. ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘത്തിന് ഞങ്ങളെ തടയാനാകില്ല, ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല എന്നാണ് ഷാഫി പറമ്പിൽ നെഞ്ചുവിരിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ പാലക്കാട് വടക്കുംതുറയിലാണ് രമേശ് പിഷാരടി അടക്കമുള്ള UDF സംഘത്തെ BJP പ്രവർത്തകർ തടഞ്ഞത്. BJPയുടെ ശക്തി കോട്ടയാണ് ഇവിടെ പ്രചാരണം നടത്തേണ്ട എന്ന ഒരു ഉദ്ദേശത്തോടെയായിരുന്നു ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെയും സംഘത്തെയും തടഞ്ഞത്. ഈ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കോൺഗ്രസ്. BJP കൗൺസിലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി നൽകിയത്. സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നും നിയമാനുസൃത പ്രചരണാവകാശം നിഷേധിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ രാത്രി BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP അംഗം സിന്ധു രാജനാണ് ഒന്നാം പ്രതി. സിന്ധു രാജൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. സിന്ധു രാജനൊപ്പം മകൾ സ്നേഹ, സിന്ധുവിന്റെ സഹോദരൻ വിജയകുമാർ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബുധനാഴ്ച വൈകിട്ട് വടക്കന്തറ മനക്കൽ തൊടി ഭാഗത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. സ്ഥാനാർത്ഥിയെയും കൂടിയുണ്ടായിരുന്ന പ്രവർത്തകരെയും പ്രതികൾ തടഞ്ഞു നിർത്തുകയും അസഭ്യ വർഷം നടത്തുകയും ചെയ്തതായി പോലീസ് FIRൽ വ്യക്തമാക്കുന്നു. മനക്കൽ തൊടിയിലുള്ള വീടുകളിൽ വോട്ട് ചോദിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പ്രവർത്തകരെ ആക്ഷേപിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സ്ഥാനാർത്ഥി പ്രചാരണം നടത്താൻ പാടില്ലെന്ന് പറയുന്നവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രതികരണം നടത്തിയിരുന്നു. കേരളത്തിലെ ജനാധിപത്യ ബോധത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും BJP മറ്റു പലയിടത്തും നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശൈലിയുടെ ഒരു സാമ്പിൾ മാത്രമാണ് പാലക്കാട് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. BJPയുടെ നിലപാട് രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ അടയാളമാണ്. പിഷാരടിയെ ശാരീരികമായി ആക്രമിക്കാനും ശ്രമമുണ്ടായെന്നും ഇതിനെ CPM ശക്തമായി അപലപിക്കുന്നുവെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ തടഞ്ഞ വ്യക്തികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നിർണായകമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ടൗൺ നോർത്ത് പോലീസ് പിഷാരടിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIRലുള്ളത്. കേസെടുത്ത വിവരം പോലീസ് പാലക്കാട് നിയമസഭാ മണ്ഡലം വരണാധികാരിയെ അറിയിക്കും. സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടിയിലേക്ക് കടക്കുക. സ്ത്രീകൾ അടങ്ങുന്ന സംഘമാണ് ഇത് തടഞ്ഞത്. എന്തായാലും ഈ ഒരു കമ്മീഷന് പരാതി നൽകി കേസെടുത്ത് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തിയെന്നും നിയമാനുസൃത പ്രചരണ അവകാശം നിഷേധിച്ചുവെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. തിരഞ്ഞെടുപ്പിൽ പാലക്കാട് പിഷാരടി ജയിക്കുമെന്ന് ഉറപ്പായി. ഭൂരിപക്ഷം മാത്രം ഇനി നോക്കിയാൽ മതിയെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. അതേസമയം രമേശ് പിഷാരടി പറയുന്നത് പ്രചാരണത്തിനിടെ ഒരു സ്ത്രീ തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നും എന്നാൽ അദ്ദേഹം അത് നിരസിച്ചുവെന്നും പിന്നീട് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ അഭ്യർത്ഥിച്ചുവെന്നുമാണ് പിഷാരടി പറയുന്നത്. എന്നാൽ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോഴാണ് ഒരു കൂട്ടം സ്ത്രീകൾ വഴിയിൽ തടഞ്ഞു നിർത്തി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതെന്നാണ് പിഷാരടിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം എന്താണ് പ്രതികരിച്ചതെന്ന് നമ്മൾ ഒരിക്കൽ കൂടി നോക്കാൻ പോവുകയാണ്. രമേശ് പിഷാരടി ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ BJP പ്രവർത്തകർ തടഞ്ഞതെന്ന്
എന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത്. അസഹിഷ്ണുത കൊണ്ടാണ് തടയുന്നത്. ജനാധിപത്യത്തിൽ BJP പരാജയത്തിന് രുചി അറിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. പാലക്കാട് ജില്ലയിലാകെ കാറ്റു മാറി വീശും. PV അൻവർ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന മുഹമ്മദ് റിയാസിന്റെ പരാതിയിൽ ആരാണ് വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് റിയാസ് വീട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ഫണ്ട് വിവാദത്തിൽ പറയാനുള്ളത് നേരത്തെ പറഞ്ഞുവെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ വിഷയത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും വടക്കന്തറയിൽ 51-ാം വാർഡിൽ ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പിഷാരടിയെ തടഞ്ഞ് BJP പ്രവർത്തകർ BJPയുടെ വോട്ട് ശക്തി കേന്ദ്രത്തിൽ വോട്ട് ചോദിക്കാൻ വരേണ്ടതില്ല എന്നായിരുന്നു BJP കൗൺസിലർ സിന്ധുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞത്. ഇതൊരു വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു. ഒടുവിൽ പ്രചാരണം പൂർത്തിയാക്കാനാകാതെ സ്ഥാനാർത്ഥി മടങ്ങുന്ന സാഹചര്യമുണ്ടായി. ആദ്യം UDFന്റെ അനൗൺസ്മെന്റ് വാഹനം തടഞ്ഞു, BJP പ്രവർത്തകർ തടഞ്ഞു. മാത്രമല്ല സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ തടയുകയുണ്ടായി. വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്തു. പ്രചാരണം തടസ്സപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയുണ്ടായി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് സ്ത്രീകൾ പിഷാരടിയെ തടഞ്ഞതെന്ന വിശദീകരണമാണ് BJP നൽകുന്നത്. പക്ഷെ എന്തിന്റെ പേരിൽ തടഞ്ഞതായാലും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന കാര്യം യാഥാർത്ഥ്യം. അതേസമയം പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി NMR റസാഖ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി. പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞുവെച്ച സംഭവം പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നായിരുന്നു LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും NMR റസാഖ് വ്യക്തമാക്കി. അതേസമയം പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് പിഷാരടി അവിടെ തടഞ്ഞത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയ വിശദീകരണം. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ അത് വ്യക്തിപരമായ കാര്യമെന്ന് പിഷാരടി പറഞ്ഞെന്നും ഇത് അംഗീകരിക്കാനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചു. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് UDF സ്ഥാനാർത്ഥിയുടേതെന്നും അതുകൊണ്ടാണ് അമ്മമാർ പ്രതിഷേധിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പിഷാരടിയുടെ സ്ത്രീവിരുദ്ധ പരാമർശം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തടയൽ നേരിടേണ്ടി വന്നത് എന്ന ഒരു ന്യായീകരണമാണ് NDA സ്ഥാനാർത്ഥി നൽകുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ അതിന് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നടക്കമുള്ള ചോദ്യം, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനം, ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പാലക്കാട്ടെ അമ്മമാർ പിഷാരടിയെ തടഞ്ഞതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചത്. മാത്രമല്ല പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും ശോഭ ചോദിച്ചു. പ്രശോഭിനെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഈ ഒരു സംഭവം ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏവരും ഒരേ സ്വരത്തിൽ വിമർശിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.